ലോക പോലീസിന്റെ വടിയെടുത്ത് അത് ചുഴറ്റി ഇറാനെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയ ട്രംപിനും സംഘത്തിന് ഇറാൻ കൊടുത്തതേ 8ന്റെ അല്ല 34ന്റെ പണിയാണ് പ്രിയപ്പെട്ടവരെ. എത്രന്റെ? 34ന്റെ. ഇറാന്റെ ഒരു തുള്ളി എണ്ണ ഹോർമോസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ലെന്നും അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം ഉണ്ടല്ലോ, ആ ഉപരോധം ഇപ്പോൾ ഹോർമോസ് കടലിടുക്കിലെ കടലിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ കോമഡി. ഇറാനെ ശ്വാസം മുട്ടിക്കാനായിട്ട് അമേരിക്കൻ നാവികസേന കടലിൽ ഹോർമോസ് കടലിടുക്കിൽ കോട്ട കെട്ടി കാവലിരിക്കുകയായിരുന്നല്ലോ. എന്നാലേ ആ കണ്ണുപിടിച്ച് കെട്ടൽ വിദ്യയൊന്നേ ഇറാന്റെ മുന്നിൽ വിലപ്പോയില്ല. ഒന്നല്ല, രണ്ടുമല്ല, 34 കപ്പലുകളാണ്, എണ്ണക്കപ്പലുകളാണ് അമേരിക്കൻ നാവികസേനയുടെ മൂക്കിൻ താഴെ കൂടി ഹോർമോസ് കടലിടുക്ക് കടന്ന് പുറത്തു പോയതെന്നുള്ളതാണ്. അമേരിക്കൻ സാറ്റലൈറ്റുകളും റഡാറുകളും എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കടുവയെ കിടുവ പിടിച്ച പോലെ അവസ്ഥ. ഏകദേശം 1 കോടി ബാരലധികം എണ്ണയാണ് ഈ കപ്പലുകളിലൂടെ ഇറാൻ കടത്തിയത് എന്നുള്ളതാണ്. ട്രംപും സംഘവും ഉപരോധത്തിന്റെ ആയുധം മൂർച്ച കൂട്ടുമ്പോഴേ ഇറാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എണ്ണ വിറ്റ് അവർ പോക്കറ്റ് വീർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അല്ല ട്രംപ് സാറേ, ഇതാണോ ആഗോള ആധിപത്യം എന്ന് പറയുന്നത്? ഇതിപ്പോ ഉണ്ടല്ലോ, കടലിൽ മീൻ പിടിക്കാൻ വലയിട്ടവന്റെ അടുത്ത് കൂടി തിമിംഗലം നീന്തി പോയതുപോലും അറിയാത്തവന്റെ ഗതികേടിലേക്കാണ് അമേരിക്കൻ സൈന്യം, ലോകശക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ അവസ്ഥ എന്നുള്ളതാണ്. സത്യത്തിൽ ഈ അമേരിക്കയുടെ ഉപരോധം എന്നൊക്കെ പറയുന്നതേ വെറും പഴഞ്ചൊല്ലായി മാറിയിരിക്കുന്നു. ഇതിനെ ഇപ്പോൾ എന്ത് പറഞ്ഞാണ് വൈറ്റ് ഹൗസ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഭീഷണി കൊണ്ട് ലോകത്തെ ഭരിക്കാമെന്ന് വിചാരിക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള പ്രഹരമാണിത്. അമേരിക്കയുടെ വൻ കപ്പൽപ്പട വെറും കാഴ്ചക്കാരായി മാറിയ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നാളെ ചരിത്രം രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ചിലർ വന്നിട്ട് ഇപ്പോൾ പറയും, ഇത് എന്തോന്ന് തള്ളാടേ, ഒന്ന് നിർത്തട ഇത് തള്ളു എന്ന് പറയും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇത് തള്ളൊന്നുമല്ല, ലോകോത്തര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നും കൂടി ഓർത്തോ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അമേരിക്കയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്നത് അത് ഇറാനായിരിക്കും. നിങ്ങൾ കണ്ടോ?